ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ബോണ്ട സൂപ്പ് ഉണ്ടാക്കാനാണ് പ്ലാൻ. ബോണ്ട സൂപ്പ് നോക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് കർണാടകയിൽ മാത്രം കിട്ടുന്ന ഒരു സൂപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഞാനങ്ങനെ പോയി കഴിച്ചിട്ടില്ല. ഇവിടെ മൈസൂരാണെങ്കിലും ഇവിടുത്തെ ബാംഗ്ലൂരാണെങ്കിലും നമ്മൾ ഹോട്ടലിലൊക്കെ പോയ ഒരു ബോണ്ട സൂപ്പ് എന്ന് പറഞ്ഞാൽ തരും. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉഴുന്നുകൊണ്ട് ഇങ്ങനെ ബോണ്ട മാതിരി ഉണ്ടാക്കിയിട്ട് അതിന് ചെറുപരിപ്പ് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിടുക. ഇപ്പോൾ ഒരു അരക്കപ്പ് ഉഴുന്ന് കേട്ടോ. അത് മുഴുവൻ ഉഴുന്നോ ഏത് ഉഴുന്നായാലും കുഴപ്പമില്ല. അപ്പോൾ 2 മണിക്കൂറെങ്കിലും കുതിരണം, ഇല്ലെങ്കിൽ അരച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 6 മണിക്ക് എണീറ്റിട്ട് വെള്ളത്തിലിട്ടു. ഇപ്പോൾ ഒരു 8-8:15 ഞാനിത് അരച്ചെടുത്തു. അപ്പോൾ അതാണ് നമ്മളത് നോക്കേണ്ടത്. ഇതിനെ ആദ്യം ഒന്ന് നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ഇതിനെ ആദ്യം ഒന്ന് ഞാൻ പൾസ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യണം. ഇപ്പോൾ ഉഴുന്ന് അരച്ചു കണ്ടു, ഇങ്ങനെയായിരിക്കും കൺസിസ്റ്റൻസി കണ്ടു. ഇനിയിപ്പോൾ ഞാനിതിനെ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് 1/2 കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചു. നമ്മൾ അരയ്ക്കുമ്പോൾ എപ്പോഴും നോക്കുക, കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്താൽ നോക്കുക, എന്നാൽ ഉഴുന്ന് ചൂടായി പോവില്ല. കറക്റ്റായിട്ട് പക്ഷേ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിക്കുക, അപ്പോൾ അത് നന്നായിട്ട് തന്നെ വരും. ഇനി ഞാനിതിനെ ഒരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വട്ടത്ത് അതിനെ സൂൾ ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചെയ്താൽ ആ ബോണ്ട സോഫ്റ്റ് ആവും. ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യും. അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഈ സൂപ്പിൽ ചെറുപരിപ്പിലാണ് ഈ സൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഉഴുന്ന് ബോണ്ട ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു 1/2 കപ്പ് ഇതാണ്ടോ. ഇപ്പോൾ ചെറുപരിപ്പ് നന്നായി വെന്തു. ഒരു 2-3 വിസില് എടുത്തു കേട്ടോ. ഇനി ഇപ്പം ഞാൻ ഉഴുന്ന് നന്നായി പതപ്പിച്ചു. ഇനി ഈ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഉഴുന്നിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം കേട്ടോ, ജീരകം, ലേശം ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇടണം. നമ്മൾ സൂപ്പിലും ചെറുപരിപ്പിലും അപ്പോൾ ഹാഫായിട്ട് ഇതിലേക്ക് വീഴണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. തേങ്ങാപ്പൂള് ഇതിങ്ങനെ ഇടുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുരുമുളകും ജീരകവും ഈ തേങ്ങാപ്പൂളും ഇടുകയാണ്. ഇപ്പോൾ ഇതിനെ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പൂളും കുരുമുളകും ജീരകവും ഉപ്പിട്ടിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ പാകമായിരിക്കണം കേട്ടോ ബോണ്ടയുടെ മാവ് കണ്ടോ. ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഈ സമയം കൊണ്ട് ഞാൻ അവിടെ എണ്ണ കായാൻ വെച്ചിട്ടുണ്ട് ബോണ്ട ഉണ്ടാക്കാൻ. എണ്ണ കാഞ്ഞു. ഞാനിനി ഈ ബോണ്ട വെള്ളത്തിലിങ്ങനെ കൈ മുക്കിയിട്ട് ഇങ്ങനെ ഞാൻ ചെറിയ ബോണ്ട ആട്ടോ ഉണ്ടാക്കണം. ഇപ്പം നല്ല ബ്രൗൺ നിറമായി. ഇനി ഇതിനെ ഞാൻ വാങ്ങാൻ പോകണം. ഇനി ഒരാട്ടം കൂടി ഞാൻ ഉണ്ടാക്കട്ടെ. ഇതിപ്പോൾ 2ാമത്തേതാണ് ഇട്ടിരിക്കണേ. ഇപ്പം ഞാൻ ബോണ്ടയൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇനി ഞാൻ ചെറുപരിപ്പ് സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിടാൻ പോവാണ് ഇനി കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണം കാണിക്കാം. ഇപ്പം ഞാൻ പാനിൽ എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. ഇതാണ് ആകെ എരിവിന് ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഇഞ്ചി,
നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ജീരകം കുരുമുളകും കൂടെ പൊടിച്ച പൊടിയാണ്. ഇത് ഓപ്ഷനാണെങ്കിൽ വേണം ഇടാം. ഇത് കുറച്ച് നല്ലൊരു മണം തരും. ഇത് ഇടുകയാണ്. പിന്നെ കായം, കുറച്ച് കായം. ഇതിൻ്റെ കൂടെ തന്നെ ഈ പരിപ്പ് വേവിച്ചത് ഒഴിക്കും. സൂപ്പായതുകൊണ്ട് ഇതിലേക്ക് ഇത് നല്ല തിക്കാണ്. ഇതിലേക്ക് ഞാൻ അത്ര തന്നെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല ഗ്രേവിയായി അത് കണ്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിളച്ചൊന്ന് നന്നായി വന്ന ശേഷം ഞാൻ ഉപ്പ് വേണമെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് നല്ല തിള വരണം. തിളച്ച് വരികയാണിത്. ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യണം. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ദിസ് ഈസ് ഓപ്ഷണൽ, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇത് ഞാൻ ചേർത്ത് കാണുന്നു. അവരുണ്ടാക്കുമ്പോൾ ഞാൻ അവരെടുത്ത് അവർ പറയുന്നതാണ് ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണെന്ന്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇനി ലാസ്റ്റ് ഇത് തിളച്ച് വരുമ്പോൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു അല്ലേ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ ഒരു ലേശം പാല് ഇത് ആഡ് ചെയ്ത എക്സ്ട്രാ ടേസ്റ്റാണ്. പക്ഷേ ഇത് ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ഇതൊന്നും കൂടി തിളച്ചാൽ നമുക്കിതിനെ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഇതൊന്നും കൂടി തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു കേട്ടോ. പാലൊഴിച്ചിട്ട് ഇതാ കാണുന്നുണ്ടല്ലോ, ഇതാ നല്ല തിളയാണ്. ഇതാ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരിത്തിരി ഓഫ് ചെയ്തു നെയ്യിടുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആദ്യമേ തന്നെ നെയ്യിലിട്ട് ഇത് വറക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയില. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യണമെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ ഈ ബോണ്ട സൂപ്പ് സെർവ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഇതിലേക്ക് ഒരു 3 ബോണ്ട ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ സൂപ്പ് ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് കുട്ടികളെ, ഒന്നും പറയണ്ട. ഇപ്പോൾ എൻ്റെ ബോണ്ട സൂപ്പ് റെഡിയായി. വളരെ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഹെൽത്തിയുമാണ്. ചെറുപരിപ്പ് നല്ലതാണ്. നിങ്ങൾക്ക് ഈ വട വറുത്ത് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബോണ്ട നിങ്ങൾക്ക് അതിനെ അപ്പക്കുഴിയിൽ ഒഴിച്ചിട്ട് അതൊന്ന് എടുത്തിട്ട് കഴിക്കുക. അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതും ടേസ്റ്റാണ്. ഇതാണ് കുറച്ചും കൂടി എണ്ണയിൽ, നമ്മളിപ്പോഴും ബോണ്ടയൊക്കെ എണ്ണയിലല്ലേ വറുക്കുക. പക്ഷേ ഞാൻ ഇത് അപ്പക്കരോലില്ലേ നമ്മുടെ, അതിലേക്ക് ഈ മാവിനെ ഒഴിച്ചിട്ട് അത് മാരി എടുത്തിട്ട് ഈ സൂപ്പിനകത്തേക്കിടാം. അപ്പോൾ കുറച്ച് എണ്ണയിൽ വേണ്ടാത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മീ, ലൈക്ക് മൈ ചാനൽ ആൻഡ് ദെൻ ലൈക്ക് മൈ വീഡിയോസ്, ഗിവ് മീ സം കമൻറ്റ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.